നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പലിൻ്റെ അരുമ ശിഷ്യനാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. രാഹുൽ മാങ്കുട്ടത്തിനെ UDF സംസ്ഥാന അധ്യക്ഷനാക്കിയതും പാലക്കാട് താൻ ഒഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിച്ച് MLA ആക്കിയതുമെല്ലാം ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പലിൻ്റെ അടുത്ത ശിഷ്യനും അനുയായിയുമായിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പൊതുവെ അറിയപ്പെടുന്നത്. കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇവർ തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം നന്നായി അറിയാം. എന്നാൽ ഇപ്പോൾ ഷാഫിയും രാഹുൽ മാങ്കുട്ടത്തിനും രണ്ട് ധ്രുവങ്ങളിലായിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ VD സതീശന്റെ സ്വന്തം ആളായി മാറിയപ്പോൾ MLA ആയതിനു ശേഷം രാഹുൽ മാങ്കുട്ടത്തിൽ സ്വന്തമായി ഒരു സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുകയും അതിനായി KC വേണുഗോപാലിന്റെ പിന്തുണ നേടുകയും ചെയ്തു. അങ്ങനെ KC വേണുഗോപാലിന്റെ സ്വന്തം ആളായി രാഹുൽ മാങ്കുട്ടത്തിൽ മാറുകയായിരുന്നു. ഇതോടെയാണ് ഷാഫിയും രാഹുലും തമ്മിൽ തെറ്റിത്തുടങ്ങിയത്. VD സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിലിനെ സ്വന്തം അനുയായിയെ പോലെ കക്ഷത്തിൽ കൊണ്ടുകൊണ്ട് നടക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഇടപെടുകയും പാലക്കാട്ടെ കോൺഗ്രസിലെ കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കുട്ടത്തിൽ വഴി നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രാഹുൽ അദ്ദേഹവുമായി തെറ്റി KC വേണുഗോപാലിന്റെ കീഴിൽ അഭയം തേടുന്നത്. ഇതോടെ രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് കോൺഗ്രസിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ മുൻകൈയെടുത്ത് രാഹുൽ മാങ്കുട്ടത്തിലിനെ MLA ആക്കിയത് പാലക്കാട് സീറ്റ് അല്ലെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം തന്റെ കക്ഷത്തിൽ നിന്നും പോകാതിരിക്കാനാണ്. രാഹുൽ മാങ്കുട്ടത്തിലാണ് MLA എങ്കിലും ഫലത്തിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഷാഫി വടകര MP ആയി പോയതിനു ശേഷം, വടകര പാർലമെന്റ് സീറ്റിൽ നിന്ന് വിജയിച്ച് MP ആയതിനു ശേഷവും ഏതാണ്ട് പകുതി ദിവസവും പാലക്കാട് തന്നെ ആയിരിക്കും. പാലക്കാട്ടെ പാർട്ടി പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം രാഹുൽ മാങ്കുട്ടത്തിലൂടെ നിയന്ത്രിച്ചിരുന്നത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് ഒരാഗ്രഹം, എന്തിനാണ് ഇനിയും ഷാഫിയുടെ തണലിൽ നിൽക്കുന്നത്, തനിക്ക് സ്വന്തമായ ഒരു അസ്തിത്വം രൂപീകരിച്ചുകൂടെ? അങ്ങനെയുള്ള നീക്കം രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തിയെന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ നമുക്ക് നൽകുന്ന വിവരം. ഇതോടുകൂടിയാണ് അവർ തമ്മിൽ അകന്നത്. ഇതോടെ രാഹുൽ മാങ്കുട്ടത്തിൽ KC വേണുഗോപാലിന്റെ കീഴിൽ അഭയം തേടി. KC ആകട്ടെ രാഹുലിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നാൽ VD സതീശൻ ഷാഫി പറമ്പിൽ സഖ്യം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തിയായി തിരിയുകയായിരുന്നു. KC വേണുഗോപാലിന്റെ നിർദ്ദേശമനുസരിച്ചാണത്രേ രാഹുൽ മാങ്കുട്ടത്തിൽ PV അൻവറെ കാണാൻ രാത്രി പോയത്. AICCയുടെ രണ്ടാമനായ KC പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനു മടിച്ചു നിൽക്കണം, ഞാൻ PV അൻവറെ പോയി കണ്ടു കളയാമെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ തീരുമാനിച്ചു. രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് ജയിക്കാനുള്ള വലിയ പിന്തുണയും വോട്ടും നൽകിയ ആളാണ് PV അൻവർ. ഇത് രാഹുലിന് മറക്കാനും കഴിയില്ല. അങ്ങനെ KC വേണുഗോപാലുമായി സംസാരിച്ചിട്ടാണ് PV അൻവറെ കാണാൻ അന്ന് രാത്രി രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ എത്തിയത്. എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിൽ ചെയ്തത് ശുദ്ധ പോകൃത്തരമാണെന്നും അത് ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റാണെന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞ VD സതീശൻ രാഹുൽ മാങ്കുട്ടത്തിലിനെ അക്ഷരാർത്ഥത്തിൽ പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ തള്ളുകയായിരുന്നു. ഷാഫി പറമ്പിലാകട്ടെ അത് PV അൻവർ വിളിച്ചതുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പോയതെന്ന് മയപ്പെടുത്തി പറഞ്ഞു. എന്നാൽ താൻ നേരിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം കാണാൻ പോയതാണെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞിട്ടും അത് വിലക്കെടുക്കാതെ അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളാതെ ഷാഫി പറമ്പിൽ പറഞ്ഞത് അത് രാഹുലിനെ PV അൻവർ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയതെന്നാണ്. ഇങ്ങനെ പറഞ്ഞത് കാരണം രാഹുൽ മാങ്കുട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ TV ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞത് നമുക്കറിയാം, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം PV അൻവറിനെ പോയി കണ്ട് നിങ്ങൾ പിണറായിക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കരുത്, നിങ്ങൾ UDF-നൊപ്പം നിൽക്കണമെന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞു എന്നാണ് മാങ്കുട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ അതിനെ തള്ളുന്ന വിധത്തിൽ മാങ്കുട്ടത്തിൽ എന്താണോ പറഞ്ഞത് അതിനെ തള്ളുന്ന വിധത്തിൽ, അതിനെ ആക്ഷേപിക്കുന്ന വിധത്തിൽ അത് PV അൻവർ വിളിച്ചുകൊണ്ട് പോയതാണെന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലിനെ അവിടെ ചെറുതാക്കി കാണിക്കുകയായിരുന്നു എന്നാണ് രാഹുലിൻ്റെ ആളുകൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ചേട്ടൻ അനിയനെ പോലെ രാമലക്ഷ്മണന്മാരെ പോലെ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ വന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പുത്തൻ താരോദയമായി വന്ന ഷാഫി രാഹുൽ ദ്വയങ്ങൾ ഇപ്പോൾ അകന്നു കഴിഞ്ഞു. ഇനി അവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി പ്രവർത്തിക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല സുഖകരമായ ബന്ധമല്ല ഈ PV അൻവറിനെ കണ്ടതിന് ശേഷമുള്ളതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമല്ല. ഇനി
ഷാഫി പറമ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് തിരിച്ചു ചോദിക്കുമോ എന്നുള്ള ഭയം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അങ്ങനെ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കാൻ സൗകര്യമില്ല എന്നായിരിക്കും മാങ്കൂട്ടത്തിൻ്റെ മറുപടി. കാരണം മാങ്കൂട്ടത്തിൽ ആ മറുപടി പറയുന്നത് KC വേണുഗോപാലിൻ്റെ ബലത്തിലായിരിക്കാം. മാങ്കൂട്ടത്തിനോട് സീറ്റ് തിരിച്ച് ഷാഫി ചോദിക്കുന്നത് VD സതീശൻ്റെ ബലത്തിലുമായിരിക്കും. ഏതായാലും KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ താഴേക്ക് പടർന്ന് ഇപ്പോൾ അതൊരു ഷാഫി രാഹുൽ ഏറ്റുമുട്ടലായി തീർന്നിരിക്കുകയാണ്.